വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. തോമാച്ചാ, ആ ചെറുതി അല്ല 3-4 ദിവസമായിട്ട് ചെറുതിന്റെ പള്ളിയിലേക്കൊന്നും കണ്ടില്ല. എനിക്ക് ശരീരത്തിന് നല്ല സുഖമില്ലായിരുന്നു. ആ എന്റെ ചേർത്തി അങ്ങനെയൊക്കെ വരുമ്പോഴേ മക്കളുടെ ആരെങ്കിലും അടുത്ത് പോയി നിന്നൂടെ? അല്ല അത്രയും വലിയൊരു വീട്ടിൽ ചേർത്തി ഒറ്റയ്ക്ക് പോയി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓ, ഒറ്റയ്ക്കൊന്നും അല്ല തോമസേ, ആ ഒരു പെങ്കൊച്ചിനെ നിർത്തിയിട്ടുണ്ട്. ആ ഞാൻ ഈ കഴിഞ്ഞ ദിവസേ ആൻറ്റോയി കണ്ടപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ചേർത്തി അവിടെ ഒറ്റയ്ക്കാണെന്ന്. ആ, അത് ഇനിയിപ്പോ ആരും ഇല്ലെങ്കിൽ എന്താ, ആരും ഇല്ലാത്തവർക്ക് ദൈവമുണ്ട്. അല്ല തോമാച്ചാ, അച്ഛൻ എവിടെ പോയതാ? ഞാനൊന്ന് കുർബാന കഴിഞ്ഞ് സെമിത്തേരി കയറി, അതിനുശേഷം മേടെ ചെന്നത്. അച്ഛനെന്തേ പിതാവിനെ കാണാനായിട്ട് അരമനയിലേക്ക് പോയിരിക്കുക. എന്തായിരുന്നു? അല്ല, അച്ഛനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഞാൻ പറഞ്ഞേക്കാം, ചേർത്തി അന്വേഷിച്ചു വന്നേ. ആ, ഇതൊന്നും അറിയാതെ 2-3 പേരവിടെ അച്ഛനെ കാണാൻ മേടെ നിപ്പുണ്ട്. കപ്പിയാർക്കറിയാത്ത കാര്യമൊന്നും ഇല്ലല്ലോ. അതാ ഞാൻ മോനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ആ ഞാൻ അവരോട് പറഞ്ഞോളാം. പിന്നെ ചേർത്തിയുടെ കാര്യം അത് ഞാൻ പ്രത്യേകം അച്ഛനോട് പറഞ്ഞോളാം. ശരി മോനെ, എന്നാ ഞാൻ ചെല്ലട്ടെ. ആ നീ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നല്ലാതെ, നിങ്ങളെ പോലെയൊക്കെ ഫുൾ ടൈം വീട്ടിലിരുന്ന നമ്മുടെയൊക്കെ ജീവിതാവുന്ന വണ്ടി ഓടുമോ ജോയി? നിന്നോടൊക്കെ സംസാരിച്ച ഉരുളയ്ക്ക് ഉപ്പേരി പോലെയല്ലേ മറുപടി വരുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോ നിനക്കൊക്കെ അങ്ങനെ തോന്നും. നമ്മളും കഷ്ടപ്പെട്ട് തന്നെയാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, ഇപ്പൊ സാറിന്റെ വരവിന്റെ ഉദ്ദേശം എന്താ? ആ വീടിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? 1-2 കിടിലം പാർട്ടികൾ റെഡിയാണ് ട്ടാ. ആ, അതും ആലോചനയില്ലാതില്ല. ഇപ്പൊ ഞാൻ വന്നതേ അതിനല്ല, വേറൊരു കാര്യത്തിനാ. എന്താ? അല്ല, ഒരിക്കൽ നീ വൃദ്ധസ്ഥാനത്തിലെ കാര്യമൊക്കെ ആരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ രീതികളും ഫിനാൻഷ്യൽ ഡീലിനെ പറ്റിയൊക്കെ ഒന്ന് അറിയാനാ. ആർക്ക് വേണ്ടിയാ? എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാ. അല്ല, അപ്പൊ നീയും അനിയനും പെങ്ങളും ഒക്കെ? എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും അമ്മ സെറ്റാവില്ല. തറവാട് വിൽക്കണം. അപ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാ. അമ്മ ആരുടെയും കൂടെ വന്നില്ലെങ്കിൽ അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതൽ അല്ലേ? സംഗതി കാര്യം, വൃദ്ധസ്ഥാനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ഫിലിപ്പ് സാറുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമാണ്. നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചു കളയാം. അല്ല, അമ്മയായിട്ട് സംസാരിച്ചോ? ഇവിടുത്തെ കാര്യങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ
അതും ഓക്കെ ആവും. കാരണം ഞങ്ങളുടെ ആരുടെയും കൂടെ അമ്മ നിൽക്കില്ല, അത് ഉറപ്പാണ്. ആ അതല്ലെങ്കിലും കുറേയൊക്കെ വീടുകളിലെ മക്കള് കല്യാണം കഴിഞ്ഞ് കുട്ടിയും പട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവിക. ചുരുക്കം ചിലത് ഇതാ ഇങ്ങനെയാകും. ഇത് നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാന്നേ. വീട് സെയിലാണ് ഈ ഡീലിൽ എനിക്കുള്ള ബെനിഫിറ്റ്. ഏത് കമ്മീഷൻ? അത് പിന്നെ അങ്ങനെയുള്ളൂ. ഞങ്ങളുടെ വീടിന്റെ കച്ചവടം നീ വഴിയെ നടക്കും. എങ്കി വാ, നമുക്ക് ഫിലിപ്പ് സാറിനെ കണ്ടുകളയാം. നീ വണ്ടി എടുക്ക്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. 1 തിമോത്തി 6:10. നീ ആ രമണനോടെ അടുത്ത ആഴ്ചയെങ്കിലും ഒന്ന് വരാൻ പറ. എൻ്റെ ചേട്ടത്തി, ഞാൻ പറയാഞ്ഞിട്ടാണോ? നാട്ടിലാകെ 2 തെങ്ങേറ്റക്കാരേ ഉള്ളൂ, രമണനും രാജനും. അവരിത് എവിടെയൊക്കെ പോവും. ആ തെങ്ങേ കയറുന്ന വിഷയൻ്റെ പണി പഠിച്ചാലോന്നേ ഞാൻ ആലോചിക്കാറുണ്ട്. എന്തിനാ? അല്ല, അവരില്ലേല് ഇവിടുത്തെ തെങ്ങയിലൊക്കെ എനിക്ക് കയറാലോ. ആ ഇനി അതിന്റെ ഒരു കുഴപ്പം കൂടെ ഉള്ളൂ. അവനോന് പറ്റുന്ന പണിയെങ്കിലും നേരെ ചൊവ്വേ നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോടാ? ഇവിടെ പറമ്പിൽ പണിക്ക് നടന്നാ തട്ടി വീഴുന്ന ആളാ. ഇനി തെങ്ങേ കയറാൻ പോണു. ചേട്ടത്തി, അച്ഛൻ വരണം. ആ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളിവിടെ ആ ജോസഫേറിൻ്റെ വീട്ടിൽ വന്നതാ ആ ചേട്ടനൊന്ന് കുമ്പസാരിപ്പിക്കാനേ. അത് കഴിഞ്ഞ് പോരുമ്പോഴാ ചേട്ടത്തി എന്നെ കാണാൻ വന്നിരുന്നെന്ന് തോമസ് പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. ആ എന്തൊക്കെയുണ്ട് ഡേവിസേട്ട വിശേഷങ്ങൾ? അച്ഛൻ വായിച്ചു. ആ ഇവിടുത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോണു. നല്ല പണിയെല്ലാണല്ലേ. ചേട്ടൻ വർഷങ്ങളായില്ലേ ഇവിടെ? ആ, എൻ്റെ അപ്പനായിരുന്നു ആദ്യം, പിന്നെ ഇപ്പം ഞാനായി. ചേട്ടത്തി, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ, പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാത്ത വീടുകളുണ്ടോ? മക്കളോടുള്ള സ്നേഹം ഒരു വശത്ത്, ഭർത്താവിനോടുള്ള ഇവിടുത്തെ ഓർമ്മകൾ ഒരു വശത്ത്. അതെ അച്ഛോ, മരണം വരെ ഇവിടെ ജീവിച്ച് മരിക്കണമെന്നാ എൻ്റെ ആഗ്രഹം. എനിക്ക് പറയാനുള്ളത്, ചേട്ടത്തി പ്രാർത്ഥിക്കുക. ദൈവം ചേട്ടത്തിയെ സഹായിക്കും, ഉറപ്പായിട്ടും. ന്യായമായ ഒരു ഉത്തരം ചേട്ടത്തിക്ക് കിട്ടും. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4:6. ദേ അവിടെ ചെന്നേ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ വിളിച്ച് പറയരുത്. ഹേയ്, എവിടുന്ന്? ഞാനാ? നീ കൂടെ ഉണ്ടല്ലോ. അല്ല, ഇനി അഥവാ എന്തെങ്കിലും അബദ്ധം എൻ്റെ വായിന്ന് വന്നാ നിനക്കെന്നെ തിരുത്താലോ. പറഞ്ഞിട്ട് ഞാൻ തിരുത്താൻ പോകുന്നതിലും നല്ലതേ അത് പറയാതിരുന്നാ പോരെ. അത് ശരിയാണല്ലോ. ആ ശരിയാണല്ലോ. ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാക്കിയിട്ടാണോ ഈ പറയുന്നത്? ഓ, അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. അതെനിക്കും കൂടെ ബോധ്യമാകണ്ടേ? ദേ ആ ജോയി ആൻ്റപ്പനും ഒക്കെ എന്തെങ്കിലും ഒക്കെ ചോദിക്കും. അതിനൊന്നും ചാടിക്കേറി ഒന്നും പറയരുത്. നമ്മുടെ തീരുമാനം എന്താണെന്ന് ഞാൻ പറഞ്ഞോളാം. മതി, അത് മതി. പിന്നെ
അമ്മ ഇവിടേക്കെങ്ങാനും കൊണ്ടുവരാന്നൊന്നും കേറി ഏറ്റേക്കരുത്. അതൊക്കെ അവര് നോക്കട്ടെ. കാര്യം സ്വന്തം അമ്മയാണെങ്കിലേ അമ്മയുടെ സ്വഭാവം അത്ര നല്ലതല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായി 12:36 മതി, അത് മതി. മതി, അത് മതി, ഇജ് മതി. ഹോ, നിങ്ങളെ സമ്മതിക്കണം. നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ നീ തീരുമാനിച്ചോ, പറഞ്ഞോ. ഞാനൊന്നും മിണ്ടുന്നില്ല. പോരെ? മതി. ആ, വണ്ടി എടുക്ക. കേറിയോ? ഏ? ഓ, ശ്ശേ. നീ ഒന്ന് ഇറങ്ങി. എന്റെ മാതാവേ, ഇത് പിന്നെയും കേടായോ? ഇന്നലെ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി കേടായപ്പോ ഞാൻ പറഞ്ഞതാ ഇത് വല്ല വർക്ക്ഷോപ്പിലും കാണിക്കാൻ. ലൊട്ടിലൊടുക്ക് പണി കാണിച്ച് ശരിയാക്കി വെക്കും. എത്ര സമയം ഇന്നലെ വഴി കിടന്നു. ഇതിപ്പോ ശരിയാക്കി തരാന്ന്. ദേ, കുതിരവട്ടം പമ്പ് കളിക്കാതെ വേഗം എന്തെങ്കിലും വഴി നോക്ക്. ദേ, നീ കുറച്ചേരം ഉണ്ടായിരുന്നേ. അല്ലെങ്കിലും അതെ, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് പുറപ്പെട്ടാ എന്തെങ്കിലും മുടക്കം നിങ്ങൾ ഉണ്ടാക്കി വെക്കും. അല്ല, ഞാൻ എന്ത് ചെയ്തു എന്നാ? വണ്ടി ഇങ്ങനെ പെട്ടെന്ന് കേടാവുന്ന ഞാൻ വിചാരിച്ചോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നിങ്ങളുടെ ഈ പൊട്ട വണ്ടി കേടാവുന്നത്. അല്ല, ഇതിപ്പോ എന്താ ഈ വണ്ടിക്ക് പറ്റിയത്? ദേ മനുഷ്യ, ഇന്നലെ നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇങ്ങനെ വണ്ടി കേടായി സ്റ്റാർട്ട് ആകാതെ നിൽക്കുമ്പോ ഒരു വർത്താന, എന്താ ഈ വണ്ടിക്ക് പറ്റിയേ, എന്താ പറ്റിയേ, എന്താ പറ്റിയെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഗേറ്റ് വെച്ചിട്ടേ വല്ല വർക്ക്ഷോപ്പിലോട്ടും വിളിച്ചു പറയും. അവരൊന്ന് വണ്ടി കൊണ്ടുപോയിക്കോളൂ. ശരിയാക്കി കഴിയുമ്പോ പിന്നെ വന്നെടുക്കാം. അത് ശരിയാ. നമുക്ക് എന്നിട്ടേ ഒരു ഓട്ടോ വിളിച്ചു പോവാം. ആ, ഇനി ഓട്ടോ നോക്കി നിന്ന് സമയം കളയും. ഒരു 5-6 വീട് അപ്പുറത്താ എന്റെ വീട്. ഞാൻ അങ്ങ് നടന്നു പോക്കോളാം. നിങ്ങൾ ഓട്ടോ വിളിച്ചങ്ങ് വന്നേച്ചാ മതി. ആ, നീ ചൂടാവില്ലേ? നടക്കാം, നമുക്ക് നടക്കാം. അതാ ആരോഗ്യത്തിന് നല്ലത്. ഓ, ഇങ്ങനെ ഒരു മനുഷ്യൻ. ആ, സ്റ്റാർട്ടായി. നീ വാ വാ. വേഗം പോന്നു. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു. സുഭാഷിതങ്ങൾ 15:1 ആ, നീയായിരുന്നോ? ഫോൺ റെഡിയായി കിട്ടിയതേ ഉള്ളൂ. ഇതില്ലായിരുന്നോണ്ട് 2-3 ദിവസമായിട്ട് ആരുമായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പോയില്ല. ഞാനിവിടെ ആ ദിവാകരൻ്റെ വീട്ടിൽ വന്നതാണ് ആ സ്കെച്ചിൻ്റെ കാര്യത്തിനേ. ദേ, ഇവിടുന്ന് നേരെ അമ്മയുടെ അടുത്തേക്കാണ് പോണത്. ഓ, അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അമ്മേ. വഴിയിൽ അവൻ ആൻറ്റോ കാത്തുവെപ്പുണ്ടേ. ഫോൺ റെഡി ആയപ്പോൾ തന്നെ അനിയനെ വിളിച്ചതല്ല. ഫോൺ ഓണായപ്പോൾ ആദ്യം വന്ന കോൾ അവൻ്റെ ആയിരുന്നു. ഞാൻ വിളിച്ചു വരുത്തിയതൊന്നുമല്ല. നീ എന്തൊക്കെയായി പറയണത്? അവൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അവൻ്റെ അമ്മയല്ലേ. പിന്നെ കൂടെ ഇരിക്കട്ടെ എന്ന്. പിന്നെ എന്തെങ്കിലും എതിർപ്പ് അമ്മ കാണിച്ചാലേ നിർബന്ധിക്കാൻ ഒരാൾ കൂടെ ഉള്ളത് നല്ലതല്ലേ. ഇവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചോളാം. നീ ഫോൺ വെച്ചേ. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു. എന്നാൽ
കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21 അധ്യായം 2 വാക്യം. ദേ അവൻ വിളിക്കുന്നുണ്ട്. എന്ത്? ആര്? ചേച്ചിയും ഡേവിസ് അളിയനോ? എനിക്കറിയില്ല കേട്ടോ. നിന്നോട് ആരാ പറഞ്ഞത്? ദിവാകരന്റെ ഭാര്യയോ? ആ ശരി ശരി. അന്ന ചേച്ചി കാര്യങ്ങൾ നീക്കി തുടങ്ങി. ആ ഹലോ. ഹലോ എടാ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ജംഗ്ഷനിൽ വായനശാലയുടെ അടുത്തുണ്ട്. നീ അവിടെ തന്നെ നില്ല, ഞാൻ ഇപ്പോൾ വരാം. ആ ശരി, എന്നാ പെട്ടെന്ന് വാ. ശരി ശരി, ഇപ്പോൾ വരാം. ആ ഇറങ്ങല്ലേ, വണ്ടി എടുത്തോ, നമുക്കങ്ങോട്ട് പോയേക്കാം. അല്ല, അങ്ങോട്ട് ഓടിക്കയറി ചെല്ലുന്നതിന് മുമ്പേ നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്നിട്ട് വേണം ഇന്ന് രണ്ടിലും തീരുമാനിക്കാൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അമ്മയെ പറഞ്ഞ് അതങ്ങോട്ട് സമ്മതിപ്പിക്കണം. ഞാനാണെങ്കിലേ നമ്മുടെ വീട്ടിൽ താമസിക്കാനുള്ള വാടകക്കാരെ വേറെ റെഡിയാക്കി കഴിഞ്ഞു. ഞാനൊരു പാർട്ടിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നല്ല വാടകയും തരും. നല്ല വാടക എന്ന് പറഞ്ഞാൽ എത്രയാ? ചേട്ടൻ റെഡിയാക്കിക്കുന്ന പാർട്ടി എത്ര പറഞ്ഞേക്കണം? അവര് 50,000 രൂപ അഡ്വാൻസും ഒരു 10,000 രൂപ വാടകയും തരാമെന്നാണ് പറഞ്ഞേക്കണത്. ഞാൻ പറഞ്ഞിരിക്കുന്ന പാർട്ടി അഡ്വാൻസ് അത്ര ഒന്നുമില്ല, പക്ഷെ വാടക 20,000 രൂപ തരും. എന്ത് കുന്തായാലും അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടണം. നമ്മൾ ഈ കാര്യം പറയാൻ പോകുമ്പോഴേ അമ്മ വിചാരിക്കാൻ പോണത് ചേട്ടൻ്റെയോ എൻ്റെയോ പെങ്ങളുടെയോ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അല്ല, നിനക്കോ പെങ്ങൾക്കോ വേണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. എനിക്കാണെങ്കിൽ പറ്റില്ല. കാരണം റോസും അമ്മയായിട്ടെ ഒരു രീതിയിലും ചേർന്ന് പോവില്ല. എന്തോ ചേട്ടാ, ആ വക നമ്പറൊക്കെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. അമ്മയെ ഞങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കൊന്നാ. അങ്ങനെയല്ലല്ലോ നമ്മൾ നേരത്തെ തീരുമാനിച്ചത്. അങ്ങനെ നീ ഉടക്കല്ലേടാ. അത് നമ്മൾ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ വൃദ്ധസ്ഥാനത്തിലാക്കാം. അത് ഞാൻ പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഫോൺ ശരിയല്ലാതിരുന്നോണ്ടേ 2 ദിവസമായിട്ട് വിളിച്ചിട്ടില്ല. അത് മതി. അല്ലാതെ എൻ്റെ തലയിലോ ചേച്ചിയുടെ അടുത്തോ എത്തിച്ചിട്ടേ ചേട്ടൻ അമ്മേനോട് സ്നേഹം കാണിക്കല്ലേട്ടാ. ഓ, നീ ഒന്ന് അടങ്ങാൻഡോ. നീ ആ വണ്ടി എടുത്തേ. എന്നാ പോയേക്കാം, പോ. അല്ലേ, ആ വീട്ടിൽ അമ്മ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണത്? അവിടെ നിൽക്കുന്ന ആ സ്ത്രീക്കാണെങ്കിൽ ഇനി പറ്റില്ല എന്ന് പറയണത്. അമ്മയെ കൊണ്ട് ഇതൊന്ന് സമ്മതിപ്പിച്ചെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. പറ്റില്ലെന്നങ്ങ് പറഞ്ഞാൽ വലിയ ഇടങ്ങേറാവും. ആ ഡേവീസ് അളിയനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. നീ എന്തിനാ ഡേവിസ് അളിയനെ വിളിക്കണത്? ഇപ്പോഴല്ലെന്നേ, കുറച്ച് മുമ്പാണ് വിളിച്ചത്. ഇനി അളിയിൽ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഇത് കണ്ട, ഭയങ്കര ബുദ്ധിയുള്ള ചില ആളുകളെ ചില സമയത്ത് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ആന മണ്ടത്തരായിരിക്കും. അതെന്താ ഇപ്പം അങ്ങനെ പറയണത്? എന്ന് പറഞ്ഞ പോലെ നിന്റെ കാര്യം. നീ ഈ ഡേവിസ് അളിയനെ കൊണ്ട് പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യേ ഞാനോ നീയോ ചെയ്യുമെന്നതേ നമ്മുടെ പെങ്ങള് നമ്മളിവിടെ ആലോചിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ടുണ്ടാവും. ചേച്ചി ആരെ മോള്, അതുകൊണ്ടാണ് നീ വിളിച്ചിട്ട് അളിയൻ ഫോൺ എടുക്കാത്തത്. ഞാൻ ആ വഴിക്ക് ചിന്തിച്ചില്ല. ഇനി പെങ്ങളും അളിയനും കൂടി എന്തെങ്കിലും ഏടാകൂടി ഒപ്പിക്കുന്ന എൻ്റെ പേടി. അതിനൊറ്റ വഴിയേ ഉള്ളൂ. ചേച്ചിയുടെ ഡിമാൻഡ് അറിയുക. നമുക്ക് എന്നിട്ട്
ആദ്യം അതങ്ങ് സമ്മതിച്ച് ചേച്ചിയെ ഒതുക്കുക. ചേച്ചിയെ നമ്മുടെ വരുതി കിട്ടിയ വൃദ്ധസാധനത്തിലല്ല, ചേച്ചി ഹിമാലയത്തിന്റെ മുകളിലെത്തിക്കും അമ്മയെ. നീ എന്താ വണ്ടി സ്ലോക്കി നിർത്തിയത്? പറഞ്ഞ് നാവെടുത്തില്ല, അളിയിലാണെന്നാണ് തോന്നുന്നത്. നീ ഫോൺ എടുത്തേ, എന്നിട്ട് സംസാരിക്കും. ആ അളിയൻ തന്നെയാണ്. ഹലോ അളിയാ. അളിയനല്ലടാ, ഞാനാ. ചേച്ചി അറിഞ്ഞ? ആ അതെ. എന്തിയേ? എന്താടാ, എന്തിനാ നീ അളിയനെ വിളിച്ചത്? ഏയ് ഒന്നുമില്ല ചേച്ചി. ഒന്നും രണ്ടും പ്രാവശ്യമല്ല, 6 തവണയാ നീ വിളിച്ചത്. ഒന്നും ഇല്ലാഞ്ഞിട്ടാണോടാ ഇത്രയും പ്രാവശ്യം വിളിച്ചിരിക്കുന്നത്? അതിപ്പോ കൊറേ നാളായില്ലേ അളിയനെ കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ്. എന്താടാ പെട്ടെന്ന് നിനക്ക് അളിയനോടൊരു സ്നേഹം? ആ 50 സെന്റ് പറമ്പ് വിറ്റ് വീതം വെച്ചപ്പോ ദേ ഇങ്ങേരെ കൊണ്ട് മണ്ടത്തരം പറയിപ്പിച്ച് നീയും ജോയിയും കൂടെ കൂടുതൽ വീതം വാങ്ങിച്ചെടുത്ത പോലെ എന്തെങ്കിലും ഒപ്പിക്കാനാണ് നീ വിളിച്ചു കൂട്ടുന്നതെങ്കിൽ ഈ പെങ്ങളെ നിനക്ക് ശരിക്കും അറിയാലോ. ഏയ് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. ചേച്ചി എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചേക്കണ. തെറ്റായാലും ശരിയായാലും കൊള്ളാം, എന്തെങ്കിലും കൊനഷ്ട ഒപ്പിക്കാനാണ് ഭാവുമെങ്കിൽ നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ചേട്ടനായിട്ട് അമ്മയുടെ അടുത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. ചേച്ചി എത്തിയാ? ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്ന കാര്യം നിന്നോടാര് പറഞ്ഞു? അത് പിന്നെ മിനിഞ്ഞാവുന്ന അളിയനെ വിളിച്ചപ്പോഴേ അളിയൻ പറഞ്ഞാണ്. നീയല്ലടാ പറഞ്ഞത് അളിയനെ വിളിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ കുറെ നാളായല്ലോന്ന്. ഹലോ ഹലോ, എന്താടാ ഫോൺ കട്ടായെന്ന് കരുതാനാണോ മിണ്ടാതിരിക്കുന്നത്? അല്ല ചേച്ചി. എടാ ആൻഡോ, നിന്റെയൊക്കെ CBI കളിയുണ്ടല്ലോ, ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. രണ്ടുപേരും കൂടെ ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞിങ്ങ് വാ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.